രാജീവ് ചന്ദ്രശേഖർ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ട് വരുമെന്ന് ആരും പ്രതീക്ഷിച്ചിട്ടില്ല. സംസ്ഥാനത്ത് ബി.ജെ.പിയുടെ അധ്യക്ഷനായിട്ട് വരുന്ന സമയത്ത് തന്നെ ഒരുപാട് പേർക്ക് എതിർപ്പുകളുണ്ടായിരുന്നു. പക്ഷേ ഈ എതിർപ്പുകളെ ഒന്നും അദ്ദേഹം വകവെച്ചില്ല എന്ന് വേണം കരുതാനായിട്ട്. അൺപ്രൊഫഷണൽ ആയിട്ടാണ് ബി.ജെ.പി കഴിഞ്ഞ നാളുകളിൽ കേരളത്തിൽ പോയിരുന്നത് എന്നുള്ളത് വ്യക്തമാണ്. 15 ലക്ഷം വോട്ട് എവിടെ നിന്നാണ് ഇവരെ ചേർക്കാൻ പോകുന്നത് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. രാജീവ് ചന്ദ്രശേഖർ ഇപ്പോഴും തൻ്റെ എംപ്ലോയീസിനെ ഡീല് ചെയ്യുന്ന രീതിയിലാണ് പാർട്ടി പ്രവർത്തകരെ ഡീല് ചെയ്യുന്നതെങ്കിൽ അദ്ദേഹം ഒരു തികഞ്ഞ പരാജയമായിട്ട് മാറും. കെ സുരേന്ദ്രൻ ബി.ജെ.പി പൊളിറ്റിക്സിലെ ഒഴിവാക്കാനാവാത്ത ഒരു ഘടകം തന്നെയാണ്. സംസ്ഥാന പ്രസിഡന്റ് പറയുന്ന ഒരു കാര്യം താഴെത്തട്ടിലുള്ള ആളുകൾ അനുസരിച്ചില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? നിലവിലുള്ള സംസ്ഥാന പ്രസിഡന്റിനോട് താഴെത്തട്ടിലുള്ള പ്രവർത്തകർക്ക് എതിർപ്പുണ്ട്. നമസ്കാരം. ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ പാർട്ടിയിലുള്ള പ്രവർത്തനം വളരെ മോശമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ ഒരു പടയൊരുക്കം നടത്തുന്നു എന്നൊരു തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാം. രാജീവ് ചന്ദ്രശേഖർ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ട് വരുമെന്ന് ആരും പ്രതീക്ഷിച്ചിട്ടില്ല. അദ്ദേഹം ഒരു ബി.ജെ.പിയുടെ ഒരു സജീവ പ്രവർത്തകനോ ഒന്നും ആയിരുന്നില്ല. അദ്ദേഹം ഒരു വ്യവസായിയായിരുന്നു. അതിനുശേഷം പിന്നീട് അദ്ദേഹം ആദ്യം കർണാടകയിൽ നിന്നാണ് രാജ്യസഭയിലേക്ക് പോകുന്നത്. അത് ആദ്യം പോകുമ്പോൾ അദ്ദേഹം എനിക്ക് തോന്നുന്നു സ്വതന്ത്രനായിട്ട് തന്നെയാണ് മത്സരിച്ച് രാജ്യസഭയിലേക്കൊക്കെ പോകുന്നത്. അന്ന് JDS അദ്ദേഹത്തെ, അതായത് ദേവഗൌഡയുടെ പാർട്ടി സപ്പോർട്ട് ചെയ്തിരുന്നു. പിന്നെ കോൺഗ്രസിലെ ചില MLA-മാരൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടാണ് അദ്ദേഹം രാജ്യസഭയിൽ എത്തുന്നത് തന്നെ. പിന്നീട് അദ്ദേഹം അധികാരം BJP-യിലേക്കാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കിയപ്പോഴത്തേക്ക് അദ്ദേഹം BJP-യിലൂടെ രാജ്യസഭയിൽ എത്തുകയും പിന്നീട് കേന്ദ്ര സഹമന്ത്രിയാവുകയൊക്കെ ചെയ്തു. അദ്ദേഹം നല്ലൊരു വിദ്യാസമ്പന്നനായിട്ടുള്ള ഒരു വ്യവസായിയാണ്. സംസ്കാര സമ്പന്നമായ ഒരു കുടുംബത്തിൽ നിന്ന് വരികയും അപ്പോൾ അങ്ങനെ വളരെ നല്ല മാന്യനായിട്ടുള്ള ഒരു വ്യക്തിയാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ അദ്ദേഹം സംസ്ഥാനത്ത് ബി.ജെ.പിയുടെ അധ്യക്ഷനായിട്ട് വരുന്ന സമയത്ത് തന്നെ ഒരുപാട് പേർക്ക് എതിർപ്പുകളുണ്ടായിരുന്നു. പക്ഷേ ഈ എതിർപ്പുകളെ ഒന്നും അദ്ദേഹം വകവെച്ചില്ല എന്ന് വേണം കരുതാനായിട്ട്. പിന്നീട് ഈ എതിർത്തവർ തന്നെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായിട്ട് മാറുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു. അതുകൂടാതെ ഇപ്പോൾ അദ്ദേഹമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ അനൂപ് ആന്റണി, അതോടൊപ്പം തന്നെ ഷോൺ ജോർജ്, ശോഭ സുരേന്ദ്രൻ, MT രമേശ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇദ്ദേഹവുമായി വളരെ വളരെ അടുത്ത ഒരു ബന്ധത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ പ്രൊഫഷണൽ സംഘടനാ സംവിധാനത്തിലേക്ക് ഒരു പാർട്ടിയെ കൊണ്ടുവരുന്ന സമയത്ത് അതിനകത്ത് ഒരുപാട് മുറുമുറുപ്പുകൾ ഉണ്ടാവുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. അൺപ്രൊഫഷണൽ ആയിട്ടാണ് ബി.ജെ.പി കഴിഞ്ഞ നാളുകളിൽ കേരളത്തിൽ പോയിരുന്നത് എന്നുള്ളത് വ്യക്തമാണ്. ഒരു പ്രാവശ്യം നേമത്ത് നിന്ന് രാജഗോപാൽ വിജയിച്ചതല്ലാതെ കേരളത്തിൽ നിന്ന് വേറൊരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ബി.ജെ.പിക്ക് ഇന്നുവരെ സാധിച്ചിട്ടില്ല. പിന്നെ കഴിഞ്ഞ 2024 തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ നിന്ന് ബി.ജെ.പി സ്ഥാനാർത്ഥിയായിട്ട് സുരേഷ് ഗോപി വിജയിച്ചു. പക്ഷേ ആ വിജയത്തിനൊക്കെതിരെ ഇപ്പോൾ ശക്തമായിട്ടുള്ള എതിർപ്പുകൾ ഉയർന്നു വരുന്നുണ്ട്. വിജയം തന്നെ ജനാധിപത്യത്തെ അട്ടിമറിച്ച് നേടിയ ഒരു വിജയമാണ് എന്നുള്ള രീതിയിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോറിയുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ചർച്ചകൾ ഉയർന്നു വന്നതാണ്. ഇപ്പം കേരളത്തിലെ മാധ്യമങ്ങളൊന്നും അതിനെക്കുറിച്ച് മിണ്ടുന്നില്ല. ഒരുപക്ഷെ ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണികൾ നേരിടുന്നത് കൊണ്ടായിരിക്കാം ആ വാർത്തകളെ തൃശ്ശൂരിലെ വോട്ട് കച്ചവടത്തെക്കുറിച്ചൊക്കെ പിന്നീട് മാധ്യമങ്ങൾ ചർച്ച ചെയ്യാത്തത് എന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും ആ വിഷയം അവിടെ നിൽക്കട്ടെ. രാജീവ് ചന്ദ്രശേഖർക്കെതിരെ ശക്തമായ ഒരു പടയൊരുക്കം അദ്ദേഹം അധ്യക്ഷനായിട്ട് വന്നിരുന്ന സമയത്തുണ്ടായിരുന്നു. അതിനെ തുടർന്ന് നിലമ്പൂർ ഇലക്ഷനിൽ അദ്ദേഹം സ്വീകരിച്ച ഒരു നിലപാടുണ്ടായിരുന്നു. നിലമ്പൂരിൽ പോയി വിജയസാധ്യത ഇല്ലാത്തതിനാൽ നിലമ്പൂരിൽ പോയി മത്സരിച്ച് എന്തിന് പണം ചെലവാക്കണം, വെറുതെ പൈസ കളയണം എന്നുള്ളൊരു ചിന്ത അദ്ദേഹം പറഞ്ഞിരുന്നു. അത് തികച്ചും അരാഷ്ട്രീയ ചിന്തയാണ് എന്ന് അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽപ്പെട്ട ആളുകൾ തന്നെ അദ്ദേഹത്തോട് പറഞ്ഞ് മനസ്സിലാക്കിച്ചു. 100 വോട്ട് പോലും കിട്ടാത്ത സാഹചര്യത്തിലും ബി.ജെ.പി കേരളത്തിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും എല്ലാ പഞ്ചായത്തുകളിലും ഒക്കെ മത്സരിച്ചിട്ടുള്ള ഒരു പാർട്ടിയാണ് ബി.ജെ.പി എന്ന് പറയുന്നത്. അതപ്പോൾ സംഘടനാ പ്രവർത്തനത്തെക്കുറിച്ച് ഉള്ള ഒരു ബോധമില്ലായ്മയുടെ പ്രശ്നമാണത്. അതുതന്നെയാണ് ഇന്നിപ്പോൾ കെ സുരേന്ദ്രനും അതോടൊപ്പം തന്നെ വി മുരളീധരനും ഒക്കെ പാർട്ടിക്കകത്ത് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ പറയുന്നത് എന്താണ്? അമിത്ഷായ്ക്ക് പോയിട്ടൊരു കമ്മിറ്റ്മെന്റ് കൊടുക്കുന്നു. അമിത്ഷായ്ക്ക് കൊടുത്തതായിട്ട് പറയുന്ന കമ്മിറ്റ്മെന്റ് എന്താണ്? കേരളത്തിലെ 23,000 വാർഡുകളിലും ഇവർ വാർഡ് കൺവെൻഷനുകൾ നടത്തും. അതോടൊപ്പം തന്നെ 15 ലക്ഷത്തോളം പുതിയ വോട്ടുകൾ ചേർക്കും. ഈ 15 ലക്ഷത്തോളം പുതിയ വോട്ടുകൾ ചേർക്കുമെന്ന് ബി.ജെ.പി ഒരു തീരുമാനമെടുത്തിരുന്നു എന്ന് പറയുന്നതിൽ തന്നെ ചില പാകപ്പിഴകളുണ്ട്. കാരണം ഈ 15 ലക്ഷം വോട്ട് എവിടെ നിന്നാണ് ഇവരെ ചേർക്കാൻ പോകുന്നത് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. രാജീവ് ചന്ദ്രശേഖർക്കെതിരെ ഇവർ പറയുന്ന ആരോപണം 15 ലക്ഷത്തോളം വോട്ടുകൾ ചേർക്കാമെന്ന് ഒരു തീരുമാനമെടുത്തിരുന്നു. പക്ഷേ 3 ലക്ഷം വോട്ടുകൾ മാത്രമാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ 3 ലക്ഷത്തിൽ കൂടുതൽ വോട്ടുകൾ ചേർക്കാനായിട്ട് അതിനകത്തില്ല എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ എന്നിട്ടും ബി.ജെ.പി എടുത്തൊരു തീരുമാനമാണ് 15 ലക്ഷത്തോളം വോട്ടുകൾ ചേർക്കാമെന്ന്. അപ്പോൾ ഇവിടെ പൊതുസമൂഹവും അതോടൊപ്പം തന്നെ ഇവിടുത്തെ മാധ്യമങ്ങളും അന്വേഷിക്കേണ്ട കാര്യമാണ്, ബി.ജെ.പി ചേർക്കാൻ ഉദ്ദേശിച്ചിരുന്ന അല്ലെങ്കിൽ ബി.ജെ.പി ടാർഗറ്റ് ചെയ്തിരുന്ന ഈ 15 ലക്ഷം വോട്ടുകൾ അത് കള്ളവോട്ടുകൾ ഉൾപ്പെടെ ചേർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കർമ്മ പദ്ധതി ആയിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. തൃശ്ശൂർ ഉയർന്ന ആരോപണമാണ്. തൃശ്ശൂർ ഈ ആരോപണം ഉയർന്നതിന് ശേഷമായിരിക്കാം ഒരുപക്ഷെ അവർ ഈ ഒരു തീരുമാനത്തിൽ നിന്ന് പിന്നോക്കം പോയിട്ടുണ്ടാവുക.
അപ്പോൾ വളരെ ഗൗരവപൂർവ്വം കേരളത്തിലെ മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ ഇലക്ഷൻ കമ്മീഷനും ഒക്കെ പരിശോധിക്കേണ്ട വിഷയമാണ്. പിന്നെ ഇപ്പോൾ ഈ രാജീവ് ചന്ദ്രശേഖരനെതിരെ പടയൊരുക്കം നടത്തുന്ന ആളുകൾ ഉന്നയിക്കുന്ന ഒരു ആരോപണമാണ് 23,000-ഓളം കേരളത്തിലെ വാർഡുകളിൽ കൺവെൻഷനുകൾ നടത്തും. ഈ 23,000 വാർഡുകളിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏകദേശം 5,000-ഓളം വാർഡുകളിൽ ഇവർക്ക് മുൻതൂക്കം ലഭിച്ചിട്ടുണ്ട്. മുൻതൂക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ലീഡ് ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ 2ാം സ്ഥാനത്ത് വന്നിട്ടുണ്ടാവാം, അതല്ല എങ്കിൽ ഒരു 100-150 വോട്ടുകൾക്ക് മേളിലൊക്കെ പിടിച്ചിട്ടുണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ള വാർഡുകളിലെല്ലാം 150 പേരെ വെച്ചുകൊണ്ട്, മിനിമം ഏറ്റവും കുറഞ്ഞത് 150 പേരെ വെച്ചുകൊണ്ട് ഒരു കൺവെൻഷൻ സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനമുണ്ടായിരുന്നു. പക്ഷേ ആ തീരുമാനം നടപ്പിലായിട്ടില്ല എന്നാണ് പറയുന്നത്. അതായത് ഈ 5,000 വാർഡുകളിൽ 150 പേരെ വെച്ച് സംഘടിപ്പിക്കാനും ബാക്കി 23,000-ഓളം വാർഡുകളിൽ ഈ ഓണത്തിന് മുമ്പായിട്ട്, അതായത് സെപ്റ്റംബർ 5-ന് മുമ്പായിട്ട് തന്നെ കൺവെൻഷനുകളെ സംഘടിപ്പിക്കാനായിട്ടും പാർട്ടി എടുത്തിരുന്ന തീരുമാനം, അതായത് രാജീവ് ചന്ദ്രശേഖർ അമിത്ഷായ്ക്ക് കൊടുത്തിരുന്ന വാക്ക് അത് പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ വി മുരളീധരനും അതോടൊപ്പം തന്നെ കെ സുരേന്ദ്രനും പിന്നീട് ഇദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നു എന്ന് വരുത്തി തീർത്തുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഇദ്ദേഹത്തെ ഒറ്റിക്കൊണ്ടിരിക്കുന്ന ആളുകളും ഇപ്പോൾ ഉന്നയിക്കുന്ന ആരോപണം എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ഇത് രാജീവ് ചന്ദ്രശേഖരന്റെ പിന്നെ സംഘടനാപരമായി പ്രവർത്തിച്ചിട്ടില്ലാത്തതിന്റെ ഒരു പരാജയമായിട്ട് തോന്നുന്നുണ്ടോ ഇങ്ങനത്തെ? തീർച്ചയായിട്ടും ഈ രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിട്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെയോ അല്ലെങ്കിൽ സംഘടനാ പ്രവർത്തനത്തിന്റെയോ പാരമ്പര്യമൊന്നുമില്ല. ഒരു കോർപ്പറേറ്റ് കമ്പനി എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് ചെയ്യാനായിട്ട് ആർക്ക് സാധിക്കും? രാജീവ് ചന്ദ്രശേഖർക്ക് സാധിക്കും. പക്ഷേ ഒരു കോർപ്പറേറ്റ് കമ്പനി എക്സിക്യൂട്ട് ചെയ്യുന്ന മാതിരി അവിടുത്തെ എംപ്ലോയീസിനെ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ പാർട്ടി വർക്കേഴ്സിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. കാരണം എൻറ്റയർലി ഡിഫറൻ്റ് ആണിത്. ട്രീറ്റ് ചെയ്യേണ്ട രീതി വ്യത്യസ്തമാണ്. രാജീവ് ചന്ദ്രശേഖർ ഇപ്പോഴും തൻ്റെ എംപ്ലോയീസിനെ ഡീൽ ചെയ്യുന്ന രീതിയിലാണ് പാർട്ടി പ്രവർത്തകരെ ഡീൽ ചെയ്യുന്നതെങ്കിൽ അദ്ദേഹം ഒരു തികഞ്ഞ പരാജയമായിട്ട് മാറും. ഇപ്പൊ രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ പേര് ഇടിഞ്ഞു പോയിട്ടുള്ള ഒരാളാണ് കെ സുരേന്ദ്രൻ എന്ന് പറയുന്നത്. അപ്പം ഇവര് ഒരു അജണ്ട ഉണ്ടാക്കി ഈ പറയുന്ന പോലെ രാജീവ് ചന്ദ്രശേഖരനെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുന്നതായിക്കൂടെ? ഇതെല്ലാം പൊളിറ്റിക്സ് ആണ്. കെ സുരേന്ദ്രനെ സംബന്ധിച്ചിട്ട് എന്തൊക്കെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കെ സുരേന്ദ്രൻ BJP പൊളിറ്റിക്സിലെ ഒഴിവാക്കാനാവാത്ത ഒരു ഘടകം തന്നെയാണ്. കെ സുരേന്ദ്രനെയും അതോടൊപ്പം വി മുരളീധരനെയും BJPയുടെ, അതായത് രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന പ്രസിഡന്റായിട്ട് വന്നതിന് ശേഷമുള്ള ആദ്യത്തെ 2-3 രാഷ്ട്രീയകാര്യ സമിതി യോഗങ്ങളിൽ നിന്നൊക്കെ മാറ്റി നിർത്തുകയും അത് പിന്നീട് വാർത്തയാവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. ഒരു സംഘടനാ മര്യാദ അറിയാവുന്ന ഒരാൾ പോലും അങ്ങനെ ചെയ്യാൻ പാടില്ല. കെ സുരേന്ദ്രൻ എന്ന് പറയുന്നത് എന്താണ്? ഇദ്ദേഹത്തിന് തൊട്ടു മുമ്പ് സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടിരുന്ന ആളാണ്. വി മുരളീധരൻ ആരാണ്? കെ സുരേന്ദ്രന് മുമ്പ് സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടിരുന്ന ആളാണ്. അതുകൂടാണ്ട് അദ്ദേഹം കേന്ദ്ര സഹമന്ത്രിയായിരുന്നു. അപ്പോൾ അങ്ങനെ സംസ്ഥാനത്ത് BJP ലീഡർഷിപ്പിൽ ലേബലുള്ള അല്ലെങ്കിൽ കൃത്യമായി വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള 2 വ്യക്തികളെയൊക്കെ സംസ്ഥാന രാഷ്ട്രീയകാര്യ സമിതിയിൽ നീക്കി നിർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. സംഘടനാ പ്രവർത്തന ബോധം രാജീവ് ചന്ദ്രശേഖർക്കില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. അത് തന്നെയാണ് ഇപ്പോൾ ഈ BJPക്ക് അകത്തുനിന്ന് എതിർപ്പ് ഉയർന്നു വരാനായിട്ടുള്ള കാരണം എന്നെനിക്ക് തോന്നുന്നു. ആദ്യം വലിയ പ്രതീക്ഷയായിരുന്നു. വികസിത കേരളം എന്നൊരു പരിപാടി ഇട്ടുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ രംഗത്തേക്ക് വരുന്ന സമയത്ത് ഓരോ പഞ്ചായത്തിലും 100ഓളം പ്രവർത്തകരെ കണ്ടെത്തി അവർക്ക് കൃത്യമായ ട്രെയിനിങ് കൊടുത്ത് അവരെല്ലാ വീടുകളിൽ കൂടെയൊക്കെ പോയിട്ട് ആളുകളെ കണ്ട് അവരെ BJPയുടെ ആശയങ്ങളും അതോടൊപ്പം സംസ്ഥാന സർക്കാരിനെതിരെയും പ്രതിപക്ഷ പ്രവർത്തനത്തിന്റെ ദൗർബല്യങ്ങളെക്കുറിച്ചൊക്കെ വിശദമായിട്ട് സംസാരിക്കും, BJPക്ക് അനുകൂലമാക്കി മാറ്റിയെടുക്കും എന്നൊക്കെയുള്ള വലിയ കാഴ്ചപ്പാടോടുകൂടിയാണ് അദ്ദേഹം വന്നത്. പക്ഷേ 2 കാര്യങ്ങൾ നോക്കണം. ഒന്ന്, അദ്ദേഹത്തിന് സംഘടനാ പ്രവർത്തനം അറിയില്ല എങ്കിൽ തന്നെയും BJPക്ക് ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ, ആ സ്ട്രക്ചർ സൈലന്റ് ആയി പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? BJPക്കുള്ള സ്റ്റേറ്റ് കമ്മിറ്റി, ജില്ലാ കമ്മിറ്റി, അങ്ങനെയുള്ള ആ കമ്മിറ്റികൾ, താഴെത്തട്ടിലുള്ള കമ്മിറ്റികൾ സൈലന്റ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ചില കമ്മിറ്റികൾ മാത്രം പ്രവർത്തിക്കുകയും ചില കമ്മിറ്റികൾ മാത്രം പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്താൽ എന്ത് ചെയ്യും? ഇപ്പൊ 23,000-ഓളം വാർഡ് കമ്മിറ്റികൾ കൂടാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ട് അതിനകത്ത് 2,300 വാർഡ് കമ്മിറ്റികൾ മാത്രമാണ് ഇതുവരെ ചേർന്നിട്ടുള്ളത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ അത് വലിയൊരു വീഴ്ചയാണത്. അത് താഴെത്തട്ടിലുള്ള പ്രവർത്തകർ തന്നെ ഇദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് എൻ്റെ അർത്ഥം. ശരിയല്ലേ? കാരണം സംസ്ഥാന പ്രസിഡന്റ് പറയുന്ന ഒരു കാര്യം താഴെത്തട്ടിലുള്ള ആളുകൾ അനുസരിച്ചില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? നിലവിലുള്ള സംസ്ഥാന പ്രസിഡന്റിനോട് താഴെത്തട്ടിലുള്ള പ്രവർത്തകർക്ക് എതിർപ്പുണ്ട്. അവർക്ക് ഇപ്പോഴും ഇഷ്ടം വി മുരളീധരനെയും ഈ പറയുന്ന കെ സുരേന്ദ്രനെയും ഒക്കെ തന്നെയാണെന്ന് നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അതുകൂടാണ്ട് വേറൊരു കാര്യം കൂടിയുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഈ കെ സുരേന്ദ്രനെയും വി മുരളീധരനെയും ഒക്കെ അങ്ങനെ അപമാനിച്ചൊഴിവാക്കി വിടുന്നതിനെ പ്രവർത്തകരും അംഗീകരിക്കുന്നില്ല. അതൊരു വലിയ കാര്യമാണ്. കാരണം അവർ BJP പക്ഷത്ത് നിന്നുകൊണ്ട് BJPക്ക് വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളെയൊന്നും നമുക്കൊരിക്കലും മാറ്റി നിർത്താൻ പറ്റത്തില്ല. രാഷ്ട്രീയമാണ്. അതിൽ പല നാടകങ്ങൾ നടന്നിട്ടുണ്ടാവും, പല വിഡ്ഢിത്തരങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവും. എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും BJPക്ക് വേണ്ടിയിട്ട് കൃത്യമായിട്ട് നിന്ന് കാര്യങ്ങൾ സംസാരിച്ചിട്ടുള്ള വ്യക്തികളാണ് വി മുരളീധരനും കെ സുരേന്ദ്രനും എന്ന് പറയുന്നത്. അപ്പോൾ അവരെ ഒഴിവാക്കിക്കൊണ്ട് മുമ്പോട്ട് പോവുക എന്ന് പറയുന്നത്
ശരിയായിട്ടുള്ള കാര്യമല്ല. കാരണം ഈ കെ സുരേന്ദ്രൻ പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് ശോഭാ സുരേന്ദ്രനെ പോലെയുള്ള അല്ലെങ്കിൽ എം ടി രമേശിനെ പോലെയുള്ള ഒരുപാട് ആളുകളെ ഒതുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിന് പകരമായിട്ട് ഇപ്പോൾ ഇവരെ അങ്ങനെ ഒതുക്കി കളയാൻ സാധിക്കത്തില്ല. കാരണം തൊട്ട് മുമ്പ് പ്രസിഡന്റ് ആയിട്ടിരുന്ന ആളാണ്, അല്ലെങ്കിൽ തൊട്ട് മുമ്പ് കേന്ദ്ര സഹമന്ത്രിയും എം പിയും ഒക്കെ ആയിട്ടിരുന്ന ഒരാളെ സംസ്ഥാനത്തെ ബി.ജെ.പി. രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടി പറ്റുമോ? ഒരു കാരണവശാലും പറ്റത്തില്ല. അത് രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിട്ട് രാജീവ് ചന്ദ്രശേഖരനെ പറ്റിയിരിക്കുന്ന ഒരു അബദ്ധമാണ്. പക്ഷേ അനൂപ് ആന്റണി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായി സംഘടനാ പ്രവർത്തനങ്ങളെ അറിയാവുന്ന ആളുകളാണ്. ദേശീയ തലത്തിലൊക്കെ സംഘടനാ പ്രവർത്തനങ്ങൾ നടത്തി കയറി വന്നിട്ടുള്ള ആളാണ്. നരേന്ദ്രമോദിയൊക്കെ ആയിട്ട് വളരെ അടുത്ത ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ആളാണ്. അതോടൊപ്പം തന്നെ ഷോൺ ജോർജ് ചെറുപ്പം മുതൽ തന്നെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയൊക്കെ കടന്നു വന്ന് കൃത്യമായ സംഘടനാ പ്രവർത്തനം അറിയാവുന്ന വ്യക്തി തന്നെയാണ്. പക്ഷേ അവരുടെയൊക്കെ ഒരു എക്സ്പീരിയൻസിനെ രാജീവ് ചന്ദ്രശേഖർ ഏത് വിധേന ഉപയോഗപ്പെടുത്തും. അതോടെ എം ടി രമേശ്, ശോഭാ സുരേന്ദ്രൻ, ഇവർക്കൊക്കെ കൃത്യമായിട്ടുള്ള സംഘടനാ പ്രവർത്തനം അറിയാവുന്ന ആളുകളാണ്. ഇവരുടെയൊക്കെ എക്സ്പീരിയൻസിനെ രാജീവ് ചന്ദ്രശേഖർ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് പുനർവിചിന്തനം നടത്താനായിട്ട് രാജീവ് ചന്ദ്രശേഖർ തയ്യാറാവണം. രാജീവ് ചന്ദ്രശേഖറിൻ്റെ മേൽ ബി.ജെ.പിക്കാർക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ചില കാഴ്ചപ്പാടുകളൊക്കെ കേരളത്തിന് ഗുണം ചെയ്യുന്നതാണ് എന്നെനിക്ക് തോന്നുന്നു. ഏതൊക്കെയായാലും ഈ രാജീവ് ചന്ദ്രശേഖരന് ബി.ജെ.പി. അധ്യക്ഷൻ എന്നുള്ള രീതിയിൽ എത്ര ദിവസത്തെ ആയുസ്സുണ്ട് എന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് കാത്തിരുന്ന് കാണാം എന്ന് മാത്രമേ ഈ വിഷയത്തിൽ പറയാനുള്ളൂ.